പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അലീശോയെ, ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ച അനന്ത കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ ഇതാ സമർപ്പിക്കുന്നു. നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ എപ്രകാരമാണോ തൻ്റെ സ്നേഹം മുഴുവനും തൻ്റെ പുത്രനിലേക്ക് ചൊരിഞ്ഞത്, അതുപോലെ ചൊരിയുവാനും പുത്രൻ പറയുന്നതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും അമ്മയുടെ ആഹ്വാനം സ്വീകരിക്കുവാനും കൃപ നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. കാരുണ്യവാനായ കർത്താവേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ സ്നേഹവും കരുതലും സ്നേഹവും സഹോദരങ്ങളിലേക്ക് പകരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് ഓർമ്മിപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പാപികളെ വിളിക്കുവാനാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നതെന്നും രോഗികൾക്ക് ആവശ്യം വൈദ്യരെയാണെന്നും പ്രത്യേകമായിട്ട് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. വൈദ്യരെ കൊണ്ടാവശ്യം രോഗികൾക്കാണെങ്കിൽ കർത്താവെ, നിൻ്റെ സാന്നിധ്യവും സമർപ്പയും എത്രയോ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും അറിയുന്നു. പാപികളെ പലപ്പോഴും മാറ്റി നിർത്തിക്കൊണ്ട് പോകുന്ന മനോഭാവം, രോഗികളെ പലപ്പോഴും അവഗണിക്കുന്ന ഞങ്ങളുടെ ചിന്താഗതികൾ മാറ്റം വരുത്തുവാൻ കർത്താവെ, നീ ഇന്ന് മാതൃക കാണിച്ചെന്നുകൊണ്ടാണ് ചുങ്കസ്ഥലത്തിരുന്ന പാപിയെ വിളിച്ചുകൊണ്ട് കർത്താവെ, നീ ഞങ്ങൾക്ക് മാതൃക നൽകി. ഇന്നേ ദിനം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ തെറ്റായ ചിന്താ രീതികൾ മാറ്റിക്കൊണ്ട് എല്ലാവരുള്ള ദൈവികത മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണം. ഈ ദിവസത്തെ ഇതാ സമ്പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആരാധിച്ച് സൂക്ഷിച്ച് മഹത്വപ്പെട്ട് അങ്ങേക്കുന്നത് ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരനേശ്വരെ പെട്ടെന്നുള്ള മരണത്താപകടങ്ങളെ കാത്തുകൊള്ളണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.